ഷിക്കാഗോ പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 96ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച. ഷിക്കാഗോയിലുള്ള ഇൻ്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയുടെ സീനിയർ പാസ്റ്ററായി പാസ്റ്റർ ജോഷുവ കെ ജോസഫ് ചുമതലയേറ്റെടുത്തു. കഴിഞ്ഞ 56 വർഷങ്ങളായി ഷിക്കാഗോയിൽ പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭയാണ് IPA. പാസ്റ്റർ ജോസഫ് കെ ജോസഫ് 53 വർഷങ്ങൾക്ക് മുമ്പ് ഷിക്കാഗോയിൽ ആരംഭിച്ച ഈ സഭയുടെ പുതിയ സീനിയർ പാസ്റ്ററായി ജോഷുവ കെ ജോസഫിന് അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടിയായ പാസ്റ്റർ ജോസഫ് കെ ജോസഫാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. IPC ഹെബ്രോൺ സഭയുടെ 46ാമത് ആനുവൽ കൺവെൻഷൻ ഇന്നലെ വൈകിട്ട് ആരംഭിച്ചു. ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടും നാളെ ശനിയാഴ്ച വൈകിട്ടും 6:30 മണിക്ക് കൺവെൻഷൻ IPC ഹെബ്രോൺ ഗോസ്പൽ സെൻറ്ററിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണെന്ന് സീനിയർ പാസ്റ്റർ PC മാമൻ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ടോമി ജോസഫ്, റവറൻ ഡോക്ടർ ഷിബു തോമസ് എന്നിവർ ദൈവജനം സംസാരിക്കുന്നതാണ്. 2026 ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് PC നാക്കിൻ്റെ ഇംഗ്ലീഷ് സെഷനിൽ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നവരുടെ ഒരു പ്രത്യേക സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സെലിബ്രേഷൻ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. എല്ലാ യുവാക്കന്മാരും ഇംഗ്ലീഷ് സെഷനിലേക്ക് ചുമതല കൊടുക്കാൻ താല്പര്യമുള്ളവരും അന്നേ ദിവസം അവിടെ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ പ്രത്യേകം അറിയിക്കുന്നു. FECCയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച ഓഗസ്റ്റ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മണിക്ക് പാസ്റ്റർ PC മാമൻ താമസിക്കുന്ന വസതിയിൽ വെച്ച് നടക്കുമെന്ന് FECC ഭാരവാഹികൾ അറിയിച്ചു. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ സൂം മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 9-ാം തീയതി രാവിലെ 10 മണിക്കുണ്ടായിരിക്കും. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ അമ്മാൾ വർഗീസ്, സിസ്റ്റർ ബ്യൂല ബെൻ എന്നിവർ ദൈവജനം സംസാരിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ എല്ലാ സഹോദരിമാരെയും സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ സ്വാഗതം ചെയ്യുന്നു. FECCയുടെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷൻ ഓഗസ്റ്റ് മാസം 15, 16, 17 തീയതികളിൽ നടത്തപ്പെടുന്നതാണ്. ഓഗസ്റ്റ് 15-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മണിക്ക് എബനസർ പെൻഡക്കോസ്റ്റൽ ചർച്ചിൽ വെച്ചും, ഓഗസ്റ്റ് 16-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6:30 മണിക്ക് ഷിക്കാഗോയിലുള്ള IPC സഭ ഓഡിറ്റോറിയത്തിൽ വെച്ചും, 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:45 സംയുക്ത സഭായോഗം ഷിക്കാഗോയുടെ IPC ഷിക്കാഗോ സഭ ഓഡിറ്റോറിയത്തിൽ വെച്ചും നടത്തപ്പെടുന്നതാണ്. ഈ സമ്മേളനങ്ങളിൽ ഡോക്ടർ ക്രിസ് ജാക്സൺ മുഖ്യ അതിഥിയായി ദൈവജനം സംസാരിക്കും. ഈ വർഷത്തെ സമ്മേളനത്തിലെ എല്ലാ ദൈവദാസന്മാരും വിശ്വാസികളും പങ്കെടുത്ത് വിജയപ്രദമാക്കണമെന്ന് FECC ഭാരവാഹികൾക്ക് വേണ്ടി ഡോക്ടർ വില്ലി എബ്രഹാം, പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിക്കുന്നു. സിയോൺ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക സൂം മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 2, 3 തീയതികളിൽ നടത്തപ്പെടുന്നു. റവറൻ റോബർട്ട് ജോഷുവ ഈ സമ്മേളനത്തിൽ സന്ദേശം നൽകുന്നതാണ്. ഗിൽഗാൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയുടെ ഒരു പ്രത്യേക സമ്മേളനം റിവൈവൽ മീറ്റിംഗ് ഓഗസ്റ്റ് 1, 2 തീയതികളിൽ നടത്തപ്പെടുന്നു. ഇവാഞ്ചലിസ്റ്റ് ഷോൺ ബിജു ദൈവജനം സംസാരിക്കുന്നതാണ്. IPC ഷാലേം സഭയുടെ ആഭിമുഖ്യത്തിൽ ഗോസ്പൽ ഔട്ട്റീച്ച് നടത്തപ്പെടുന്നു. ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഡി പാർക്ക് കേന്ദ്രമാക്കിയാണ് നടത്തപ്പെടുന്നത്. അവിടെ വെച്ച് പരസ്യയോഗവും സുശേഷ പ്രതികളുടെ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ എല്ലാവരും വന്ന് പങ്കെടുക്കുവാൻ സഭയുടെ ഭാരവാഹികൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ വെച്ച് അപ്രതീക്ഷിതമായി അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്നു വരുന്നു. ഇപ്പോഴും ഈ റിപ്പോർട്ടുകൾ ഞാനിവിടെ സംപ്രേഷണം ചെയ്യുന്ന സമയത്തും കന്യാസ്ത്രീകൾ 7 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. അവരുടെ പൗരാവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ മുമ്പിൽ അവർ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിടുതലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ശ്രോതാക്കളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും കത്തോലിക്ക സഭ നടത്തുന്നില്ലെന്നും പകരം പെന്തക്കോസ്ത് സഭകളാണ് നടത്തുന്നതെന്നും BJP കേരള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊതുപ്രസ്താവനയിൽ പറയുകയുണ്ടായി. കേരളത്തിലും ഇന്ത്യയിലും ക്രൈസ്തവ പ്രചരണം അല്ലെങ്കിൽ സുവിശേഷ പ്രചരണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ പ്രചരണത്തിന് പല തടസ്സങ്ങളും നേരിടുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ദൈവദാസന്മാർ, സുശേഷ പ്രവർത്തകർ, ചാരിറ്റബിൾ പ്രവർത്തകരൊക്കെ ജയിലിൽ കിടക്കുന്ന ദാരുണമായ കാഴ്ചയുണ്ട്. ചിലത് നമ്മൾ അറിയുന്നു, ചിലത് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ സുശേഷത്തിന് വിഘാതം വരാതിരിക്കുവാനുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിച്ച് അണിചേരാം. IPC മിഡ് വെസ്റ്റ് റീജിയൻ്റെ
ആനുവൽ കൺവെൻഷൻ ഓഗസ്റ്റ് മാസം 29, 30, 31 തീയതികളിൽ IPC എബ്രോൺ സഭാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ ഷിജു വർഗീസ്, പാസ്റ്റർ ബ്ലിസ് വർഗീസ് എന്നിവർ ദൈവജനം സംസാരിക്കും. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിനെ വിഭജിച്ച സ്റ്റേറ്റ് കൂടെ ആക്കിയ ജനറൽ കൗൺസിലിൻ്റെ നടപടി പത്തനംതിട്ട ജില്ലാ കോടതി മരവിപ്പിച്ചു. IPCയുടെ 102ാമത് ആനുവൽ കൺവെൻഷൻ കുമ്മനാട് കൺവെൻഷൻ ജനുവരി മാസം 11 മുതൽ 18 വരെ നടക്കുമെന്ന് ജനറൽ കൗൺസിലിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ അറിയിച്ചു. ആരാധന, പ്രവർത്തനം, സാക്ഷീകരണം എന്നീ വിഷയമാണ് ചിന്താ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ അമേരിക്കയിലും കാനഡയിലുമുള്ള വിവിധ മുഖ്യധാര പെന്തക്കോസ്തു സഭകളുടെ ഫാമിലി കോൺഫറൻസുകൾ സമാപിച്ചു. എല്ലാ സമ്മേളനങ്ങളും ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പ്രകടമായിരുന്നുവെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.